ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പക്കവട റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പക്കവടയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് വട റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 4 ബ്രെഡാണ്. അപ്പോൾ ഈ ബ്രെഡ് നമ്മൾ പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. വലിയ പീസൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. അത് ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പെരിഞ്ചീരകം, നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ബ്രെഡ് ക്രംസിൻ്റെ അതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് അത് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം ഇതിൽ മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതുവരെ ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിൽ 1/4 കപ്പോളം മതി കേട്ടോ. ബാക്കി അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 1/4 കപ്പ് കടലമാവ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ വട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, കാരണം ഇത് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം മതി എന്ന് പറഞ്ഞത്. കൂടുതലായിട്ടുണ്ടെങ്കിൽ ലൂസായി പോവും. ലൂസായിട്ടുള്ളൊരു മിക്സല്ല ഇത്. നമ്മൾ കയ്യിലിട്ടിട്ട് പരത്തിയെടുക്കുകയാണ് പിന്നെ ചെയ്യുക. അപ്പോൾ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നതാണ്, അതാണ് ഞാനിപ്പോൾ ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നല്ലതുപോലെ അത് സെറ്റായിട്ട് വരും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് എടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ സ്റ്റൗവിൽ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് വെക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ നല്ലൊരു ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പരിപ്പ് വടയും ഉള്ളിവടയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. നൈസായിട്ട് പരത്തരുത്, ചെറുതായി കട്ടി ഉണ്ടാവണം. അപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് വറവായിട്ട് കിട്ടും കേട്ടോ. ഇത് ബ്രെഡൊക്കെ ആയതുകൊണ്ടാണ്. ഇനി ഒരു വശം കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ. ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് കടി റെഡിയാക്കി എടുക്കാം. അത്രയ്ക്ക് ഈസിയാണ്. നല്ല സോഫ്റ്റുമാണ്. ബ്രെഡൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം. അപ്പോൾ അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, എന്നാൽ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിട്ടുള്ള വടയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.